ഹായ്, സ്പോക്കൺ ഹിന്ദിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇപ്പോഴത്തെ 50 ഡേയ്സ് ടാർഗറ്റാണ് അല്ലേ സ്പോക്കൺ ഹിന്ദിയുടെ. അപ്പോൾ ഈ 50 ഡേയ്സിൽ നമ്മളെ ഇന്നത്തെ ക്ലാസ് എന്താണെന്ന് വെച്ചാൽ ഓട്ടിലോ. ഓട്ടിലോ എന്ന് പറഞ്ഞാൽ എന്താണ്? പുതക്കൂ എന്നാണ് അല്ലേ. ഓട്ടിലോ ഓട്ടിലോ എന്ന് പറഞ്ഞാൽ എന്താണ്? പുതക്കൂ. ടീക്കെ. ചാദർ ഓട്ടിലോ, ചാദർ അല്ലെങ്കിൽ കമ്പൽ ഓട്ടിലോ. കമ്പൽ എന്ന് പറഞ്ഞാൽ കമ്പിളി. അപ്പം കമ്പൽ ഓട്ടിലോ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പിളി പുതക്കൂ എന്നാണ്. ഓട്ടിലോ കുറച്ച് ഹാർഡ് വേർഡാണ്, ബട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുറേയൊക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഓട്ടിലോ എന്ന് പറഞ്ഞാൽ എന്താണ്? പുതക്കൂ എന്നാണ്. ടീക്കെ. ഓട്ന എന്ന് പറഞ്ഞാൽ പുതക്കൂ. ലപ്പേഡിലോ, ലപ്പേഡിലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ലപ്പേഡിലോ പൊതിയുക. ടീക്കെ. മൈസ്കോ ലപ്പേഡിലോ. ടീക്കെ. ഗാഡിക്കോ ലപ്പേഡിലോ എന്ന് പറയാം നമുക്ക്. ഓക്കെ, വണ്ടീനെ പൊതിയൂ. ഓക്കെ, ലപ്പേഡിന. ലപ്പേഡിന എന്ന് പറഞ്ഞാൽ ഒരു ചോറിനെ കണ്ട് നമ്മൾ കള്ളന നമ്മളെങ്ങനെ പറയും? ബൈ ചോർക്കോ ലപ്പേഡിലോ. ലപ്പേഡിലോ എന്നല്ലേ പറയാം. നമ്മളെല്ലാവരും കൂടിയിട്ട് പൊതിയില്ലേ. ഓക്കെ, അപ്പം എന്താണ് ലപ്പേഡിന? ലപ്പേഡിന എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതിയുക. ടീക്കെ. ലപ്പേഡിലോ ഗാഡിക്കോ ലപ്പേഡിലോ. അതുപോലെ തന്നെ ബിച്ചാദു. ബിച്ചാദു എന്ന് പറഞ്ഞാൽ എന്താണ്? വിരിക്കുക. ഓക്കെ, കിടത്തുക. ബെഡ്ഷീറ്റില്ലേ, നമ്മുടെ ബെഡ്ഷീറ്റ് നമ്മൾ ബിച്ചാദോ എന്ന് പറയും. എങ്ങനെ പറയും? നമ്മൾ ബെഡ്ഷീറ്റ് വിരിക്കാറില്ലേ, അപ്പം നമ്മൾ ബെഡ്ഷീറ്റ് വിരിക്കുന്നതിനെന്ന് പറയും ബെഡ്ഷീറ്റ് ബിച്ചാദോ. ടീക്കെ. ബിച്ചാദോ. ടീക്കെ. ബിച്ചാദോ എന്നാൽ ബെഡ്ഷീറ്റ് വിരിക്കൂ. ബെഡ്ഷീറ്റ് ബിച്ചാദോ. ടീക്കെ. ഡക്കതോ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡക്കതോ. ഡക്കതോ എന്ന് പറഞ്ഞാൽ പൊത്തുക. ടീക്കെ. കവർ ചെയ്യുക. കവർ ചെയ്യുന്നതിന് നമ്മളെന്ന് പറയുന്നത് ഡക്കണ എന്ന് പറയുന്നത്. ടീക്കെ. ഖാന ഡക്കതോ. ടീക്കെ. ഫുഡ് ഡക്കതോ എന്ന് പറഞ്ഞാൽ ഭക്ഷണം പൊതിഞ്ഞു വെക്കൂ. ഖാന ഡക്കതോ ഒന്ന്. അടുത്തത് നമുക്ക് എന്താ പറയാം? ഖാന ഡക്കതോ. അതുപോലെ തന്നെ നമുക്ക് പൊതിയുന്നതിന് എന്താ പറയുക? പൊതിയുക. കാടി ഡക്കതോ എന്ന് പറയാൻ പറ്റുമോ? പറ്റുമായിരിക്കും. നമുക്ക് ഇടയ്ക്കൊക്കെ പറയാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കാടി ഡക്കതോ എന്ന് പറഞ്ഞാൽ ഓക്കെ. ഇല്ലേ ഖാന ഡക്കതോ, സമൂസ ഡക്കതോ, ഇല്ലേ നമ്മൾ എന്ത് ഫുഡായാലും നമുക്കത് ടക്കതോ എന്ന് പറയാം. ടീക്കെ. ചിക്കൻ നമ്മൾ കടായിൽ അങ്ങനെ ഗ്യാസിൽ ഓൺ ചെയ്തിട്ട് ഖാന പക്കാറായിട്ട് ടക്കതോ പറയും. ഓക്കെ, അതായത് ഫുഡ് പൊത്തി വെക്കും. നമ്മൾ ഗ്യാസിൽ ഫുഡ് നമ്മൾ പക്കാനേക്കില്ലേ ടക്കതോ. ടീക്കെ. ടക്കൻ. ടക്കൻ എന്ന് പറഞ്ഞാൽ മൂടി, അടപ്പ്. കണ്ണൂർ ഭാഷയിൽ മൂടി എന്ന് പറയും. ഞാൻ കണ്ണൂർക്കാരനാണ്. അപ്പോൾ അടപ്പ്. ടീക്കെ. മൂടി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഡക്കൻ. ഡക്കൻ എന്ന് പറഞ്ഞാൽ മൂടി. അപ്പോൾ അടച്ചു വെക്കുന്നതിന് നമ്മൾ ഡക്കൻ എന്ന് പറയല്. ഓക്കെ, ഡക്കനെയാണ് നമ്മൾ, അടപ്പിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഒരു ഡക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡക്കതോ എന്ന് പറഞ്ഞാൽ എന്താണ്? അടച്ച് വയ്ക്കൂ എന്നാണ് അർത്ഥം. ടീക്കെ. അതാണ് അതിൻ്റെ അർത്ഥം. റക്കതോ. റക്കതോ എന്ന് പറഞ്ഞാൽ എന്താണ്? വയ്ക്കൂ, അവിടെ വയ്ക്കൂ. തു വഹാ റക്കതോ. ടീക്കെ. ടി വി വഹാ റക്കതോ എന്ന് പറഞ്ഞാൽ എൻ്റെ ടി വി അവിടെ വെച്ച്. ചാവി വഹാ റക്കതോ എന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല. ചാവി ടേബിൾ പെർ റക്കതോ എന്ന് പറഞ്ഞാൽ ചാവി ടേബിളിൻ്റെ മുകളിൽ വെച്ചോ. ഈ ടേബിൾ പെർ റക്കതോ എന്ന് പറഞ്ഞാൽ ചാവി ടേബിൾ പെർ റക്കതോ. റക്കന വെക്കുക. ബട്ട് ടാങ്ങന. ചാവി ടാങ്ങതോ നമുക്ക് പറയാം. എങ്ങനെ? അവിടെ ആണി ഉണ്ടെങ്കിൽ അല്ലേ. കീലെന്ന് പറഞ്ഞാൽ ആണി. അപ്പോൾ ചാവി ടാങ്ങതോ എന്ന് പറയാം. അവിടെ ആണി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആണിക്ക് പറയാം ചാവി ടാങ്ങതോ. അല്ലെങ്കിൽ ടാങ്ങതോ എന്ന് പറഞ്ഞാൽ കപ്പടേ. കപ്പടേ എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങൾ. ഓക്കെ, കപ്പടേ ടാങ്ങതോ. ഓക്കെ, കപ്പടേ ടാങ്ങതോ എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങൾ തൂക്കി വെക്കുന്നതാണ് അർത്ഥം. ടീക്കെ. ഹട്ടാതോ. ഹട്ടാന്ന് പറഞ്ഞാൽ മാറ്റി. ടീക്കെ. ഗാഡി ഹട്ടാവോ. ബൈ ഗാഡി എടുത്തിട്ട് ഹട്ടാവോ എന്ന് പറഞ്ഞാൽ വണ്ടി ഇവിടുന്ന് മാറ്റി ആണ് അർത്ഥം. ടീക്കെ. പോലീസ് പറയാറില്ലേ, പോലീസ് നമ്മളെ ഹൈവേയിലൊക്കെ സൈഡിൽ വണ്ടി വെച്ചാൽ പറയും ബൈ ഗാഡി ഹട്ടാവോ. ഗാഡി ഹട്ടാവോ എന്ന് പറഞ്ഞാൽ ഗാഡി ഹട്ടാതോ എന്ന് പറഞ്ഞാൽ വണ്ടി ഇവിടുന്ന് മാറ്റി. ടീക്കെ. സൈഡ് സെ ഹട്ടാവോ. ടീക്കെ. സാമനെ സെ ഹട്ടാവോ, മുന്നിൽ നിന്ന് മാറ്റും. സൈഡ് സെ ഹട്ടാവോ, സൈഡിൽ നിന്ന് മാറ്റും. അപ്പം ഹട്ടാതോ എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റൂ എന്നാണ് അർത്ഥം. ടീക്കെ. ആകെ സെ ഹട്ടോ എന്ന് പറഞ്ഞാൽ മുന്നിൽ നിന്ന് മാറും എന്നാണ് അർത്ഥം. ടീക്കെ. അപ്പോൾ ഹട്ടാന എന്ന് പറഞ്ഞാൽ മാറ്റുക, ഹട്ടന എന്ന് പറഞ്ഞാൽ മാറുക. ഓക്കെ, ഒബ്വിയസ്ലി. അടുത്ത പലയിടത്തും നമ്മൾ ദോശ ദിവസം കഴിക്കാറുണ്ട് അല്ലേ. അപ്പം ദോശ പലട്ടണ എന്ന് പറഞ്ഞാൽ മറിച്ചിടുക. ടീക്കെ. ഗാഡി പലട്ട് ഗൈ എന്താണ്? എന്തുകൊണ്ട് വന്നു? ഈ ഗാഡി എന്ന് പറയുന്ന ഒരു സ്ത്രീലിംഗമാണ്. അപ്പോൾ
ഗാഡി പലട് ഗൈ. ठीक है, വണ്ടി മറിഞ്ഞു എന്നിങ്ങനെ പറയും നമ്മൾ. പലട്ട് ഗൈ. അപ്പോൾ നമ്മളിന്ന് കുറേ എന്തൊക്കെയോ പഠിച്ചാൽ കുറച്ച് ഹാർഡാണ്. പക്ഷേ നിങ്ങൾക്കത് ഡെയിലി നിങ്ങൾ കേൾക്കുന്നതാണ് അല്ലേ. ബെഡ്ഷീറ്റ് ബിച്ചാതോ, അത് അറിയണം, തീർച്ചയായും അറിയണം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഹാർഡാണെങ്കിലും നിങ്ങൾക്ക് അറിയണം. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 50 ഡേയ്സ് ക്ലാസ്സാണ്. അപ്പം നമുക്ക് ഈ 50 ഡേയ്സിൽ 50 ക്ലാസ്സസ് ഞാൻ എടുക്കും. ഈ 50 ഡേയ്സിൽ നമുക്ക് ഹിന്ദി പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് കുറേ പഠിച്ചു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.